പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാസപ്പടി കേസിലുള്ള ED അന്വേഷണം പുതിയ ഒരു വഴിത്തിരിവിലേക്ക് മാറുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മെയ് 27-നാണ് ഹൈക്കോടതിയുടെ വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ ED ഈ മാസപ്പടി കേസിൻ്റെ അന്വേഷണം ത്വരിതപ്പെടുത്തിയത്. അന്ന് ED വ്യാപകമായിട്ടുള്ള റെയ്ഡ് കേരളത്തിൽ നടത്തിയത് നമ്മൾ കണ്ടു. വിജയൻ്റെയും മകൾ വീണയുടെയും തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനുള്ള വീട്ടിൽ റെയ്ഡ് നടന്നു. വിജയൻ്റെ മരുമകനും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ റെയ്ഡ് നടന്നു. വിജയൻ്റെ പിണറായി പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിലും അന്ന് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നതിനെ തുടർന്ന് വീണയുടെ വീട്ടിൽ നിന്ന്, വിജയൻ്റെ മകൾ വീണയുടെ വീട്ടിൽ നിന്ന് രേഖകളും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുമൊക്കെ ED പിടിച്ചെടുത്തതായിട്ട് വാർത്തകൾ വന്നു. അതിനെ തുടർന്ന് വീണയെ വിശദമായി 8-9 മണിക്കൂർ ആദ്യം ചോദ്യം ചെയ്തു. അതിനുശേഷം 24-ാം തീയതിയാണെന്ന് തോന്നുന്നു പിന്നെയും വീണയെ ഒരു 8-9 മണിക്കൂർ ചോദ്യം ചെയ്തു. മൂന്നാമത് ചോദ്യം ചെയ്യാൻ വീണയെ വിളിപ്പിക്കുമെന്നും സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ വന്നു. ഇതിനിടയിൽ കരിമണൽ കർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ, CMRLൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കരിമണൽ കർത്തായുടെ ശശിധരൻ കർത്തായുടെ കുടുംബാംഗങ്ങളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. ഭാര്യയെ ചോദ്യം ചെയ്തു, മകനെ ചോദ്യം ചെയ്തു, മകളെ ചോദ്യം ചെയ്തു, മരുമകനെ ചോദ്യം ചെയ്തു. കരിമണൽ കമ്പനിയിലെ പ്രധാനപ്പെട്ട ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഒക്കെ ഉൾപ്പെടെയുള്ള അവരെയൊക്കെ ചോദ്യം ചെയ്തു. അടുത്ത ഘട്ടത്തിൽ വീണയെ ഒന്നുകൂടി ചോദ്യം ചെയ്യുമെന്നും ആ ചോദ്യം ചെയ്യലിന് ശേഷം വിജയനിലേക്കും ചോദ്യം ചെയ്യൽ എത്താൻ സാധ്യതയുണ്ട് എന്നും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, നമ്മളത് ആ ചോദ്യം ചെയ്യൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു ട്വിസ്റ്റിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതായത് വിജയൻ്റെ മരുമകനും വീണയുടെ ഭർത്താവുമായിട്ടുള്ള മുൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ മുഹമ്മദ് റിയാസിനെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ 2009 തെരഞ്ഞെടുപ്പിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അന്ന് മത്സരിച്ചു. അന്ന് വീരേന്ദ്രകുമാറിനെതിരായിട്ടാണ് മത്സരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ വോട്ട് അന്ന് ലോക്സഭയിൽ തോറ്റു. അതിനു മുമ്പ് നമ്മൾ ഇയാളെക്കുറിച്ച് കേട്ടത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, CPMകാരെ തന്നെ കാലുവാരി തോൽപ്പിച്ചു. 2, ക്രൈം നന്ദകുമാറിൻ്റെ ക്രൈം എന്ന് പറഞ്ഞ വാരികയുടെ ഓഫീസ് ആക്രമിക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തതിന് 65 ദിവസത്തോളം ഈ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഇയാൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ആ 2 കാര്യങ്ങളിലാണ് നമ്മൾ അയാളെ ഒന്ന് കേട്ടിരുന്നത്. പിന്നീട് അയാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റു. പിന്നെ അയാളെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. എന്നാൽ 2020 ജൂൺ 15-ന് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആ ദിവസം ഈ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ 2ാമത്തെ മകൾ വീണയെ വിവാഹം കഴിച്ചു. അവിടെ 2 പേരുടെയും 2ാം വിവാഹമായിരുന്നു. മുഹമ്മദ് റിയാസ് ആദ്യം ഒരു ഡോക്ടറെ മറ്റുമാണ് വിവാഹം കഴിച്ചിരുന്നത്. അവരിൽ നിന്ന് വിവാഹമോചനം നേടി. അവരെ ഗാർഹികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള നിലയിലും അവരെ മർദ്ദിച്ചു എന്നുള്ള നിലയിലൊക്കെ വാർത്തകളും ആരോപണങ്ങളും പത്രവാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുഹമ്മദ് റിയാസ് ഒരു വിവാഹം കഴിഞ്ഞ് വിവാഹമോചിതനായി നിൽക്കവെയാണ് വിജയൻ്റെ മകൾ വീണയും ആദ്യത്തെ വിവാഹത്തിൽ നിന്ന് വിവാഹമോചനം നേടി നിൽക്കുന്ന സമയത്താണ് 2020 ജൂൺ 15-ാം തീയതി മുഹമ്മദ് റിയാസും വിജയൻ്റെ മൂത്ത മകൾ വീണയുമായിട്ടുള്ള വിവാഹം നടന്നു. പിന്നെ നമ്മൾ കാര്യമായി മുഹമ്മദ് റിയാസിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി. 2021 വടക്കൻ കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥിയായി. അവിടുന്ന് വലിയ ഭൂരിപക്ഷം, 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അയാൾ വിജയിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ തന്നെ ആ മന്ത്രിസഭയിൽ അയാൾ മന്ത്രിയായി എന്ന് പറഞ്ഞാൽ ചെറിയ വകുപ്പൊന്നുമല്ല, പൊതുമരാമത്തും ടൂറിസം ഉൾപ്പെടെയുള്ള 2 സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിയായിട്ട് അയാൾ വന്നു. അയാൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും വന്നു. അതിൻ്റെ എല്ലാം കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. വിജയൻ്റെ മരുമകനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. CPMൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മരുമകൻ ഇതുപോലെയുള്ള സ്ഥാനക്കയറ്റം കിട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്തായാലും അയാൾ അങ്ങനെ വന്നു.
5 വർഷക്കാലവും അയാളൊരു ഈ പിണറായി സർക്കാരിലൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായിരുന്നു. മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയ ഒരു മന്ത്രിയായിരുന്നു. കാരണം വിജയൻ്റെ മരുമകനാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അയാൾ വിജയൻ്റെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ തന്നെയാണ് അയാളും ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് വേറെ മന്ത്രിമന്ദിരം ഉണ്ടായിരുന്നെങ്കിലും അയാൾ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2023 മുതലാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെക്കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നത്. വീണ അതിനകത്ത് വീണയുമായി ബന്ധപ്പെട്ട് പേര് കേൾക്കുന്നു. 1,72 ലക്ഷം രൂപ വാങ്ങിയത്, സേവനം കൊടുക്കാതെ പൈസ വാങ്ങിയത്, 8 ലക്ഷം രൂപ വെച്ചിട്ട് എക്സാലോജിക്കും വീണയും വാങ്ങിയത്, അതൊക്കെ നമ്മൾ കേട്ടു. പിന്നീട് SFIയുടെ അന്വേഷണം വന്നു, അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. ആ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പോയി. വീണ ഈ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിലും പിന്നെ ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതിയിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞു, അതൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം ഇപ്പോൾ അത് ED അന്വേഷണത്തിലേക്ക് വന്ന് ആ ED അന്വേഷണത്തിൽ 2 ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് 3-ാം ചോദ്യം ചെയ്യലിന് വീണ തയ്യാറായി നിൽക്കവെയാണ് വീണയുടെ ഭർത്താവും വിജയൻ്റെ മരുമകനുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അയാളുടെ പേര് നമ്മൾ പൊടുന്നനെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. നമ്മൾ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലൊന്നും അയാളെ ഇതുമായി നമ്മൾ ബന്ധപ്പെട്ട് കേട്ടിരുന്നില്ല. നമ്മൾ ആകെപ്പാടെ കേട്ടിരുന്നത് വീണ വിജയൻ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ വീണയെ കൊണ്ട് വിടുന്നു, അയാൾ വേറെ എവിടെയോ പോകുന്നു, അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 2, അയാളുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് അയാൾ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. അയാളുടെ ഭാര്യയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. അയാളിങ്ങനെ അകന്ന് നിൽക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളിലേക്ക് അന്വേഷണം നീങ്ങാൻ പോകുന്നു. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം നീങ്ങാൻ പോകുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളതിന് ഒരു മറുപടി കണ്ടെത്താനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണയ്ക്ക് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അനധികൃത ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പണമിടപാടിൽ ഏതാണ്ട് 2,78 ലക്ഷം രൂപ അവർക്ക് കിട്ടി എന്നുള്ള നിലയിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റപത്രത്തിലൊക്കെ അതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ED അവസാനമായി വീണയുടെ ബാങ്ക് അക്കൗണ്ടിൽ നോക്കുമ്പോൾ അതിനകത്ത് 1.5 ലക്ഷം രൂപ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി പണം അതിൽ കാണുന്നില്ല. അവിടെ നിന്നാണ് ED ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ള നിലയിലേക്ക് ED അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുമ്പോഴാണ് ഈ പണം മുഹമ്മദ് റിയാസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള നിലയിലുള്ള അന്വേഷണത്തിലേക്ക് ED എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് ഇതിൽ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ ഈ 2,78 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണല്ലോ. ആ പണം ഇയാളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള നിലയിൽ അവർ അന്വേഷണം അങ്ങനെ തിരിയുന്നു. അങ്ങനെ തിരിയുമ്പോഴാണ് ഈ വിജയന് ഉണ്ടാക്കിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള പണം വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മാത്രമല്ല, മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലും ഇത് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള നിലയിലേക്കുള്ള അന്വേഷണം ED ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച് ED അവരന്വേഷണം കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസിലേക്കും ഈ അഴിമതി പണം അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ ED എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതിൻ്റെ ഭാഗമായി അയാളുടെ നിക്ഷേപങ്ങൾ, അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അയാളുടെ സ്വത്തുവകകൾ, ഇതിനകത്തേക്കൊക്കെ ED അന്വേഷണം ആരംഭിച്ചപ്പോൾ EDയെ ഞെട്ടിക്കുന്ന നിലയിലുള്ള നിക്ഷേപവും പിന്നെ ഭൂമിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിയാസിൻ്റേതായിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം EDക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ ഇതുവരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ഈ വിജയൻ്റെ മകളിലേക്കാണ് കേന്ദ്രീകരിച്ചുകൊണ്ടുവന്നത്. മകളുടെ ഭർത്താവ് ഇതുവരെ ചർച്ചയിൽ വന്നിരുന്നേയില്ല, അയാൾ കർട്ടന് പുറകിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ തിരിയുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ അയാൾക്കും ഇതിൽ വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയാൾ യഥാർത്ഥത്തിൽ തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്നിരുന്നത് അയാളുടെ ഈ അനധികൃത സ്വത്ത്, അത് പണമായാലും ഭൂമിയായാലുമൊക്കെ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അയാൾ വ്യാപൃതനായിട്ടിരിക്കുകയായിരുന്നു എന്നാണ് കോഴിക്കോട് തന്നെയുള്ള നാട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ വിവരം. അയാളുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന കോടിക്കണക്കിന് പണം അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ അനധികൃതമായിട്ട് ഉണ്ടായിരുന്ന ഭൂസ്വത്ത് അതൊക്കെ തന്നെ അയാൾ വേറുള്ളവരുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള
വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കേസിലെ അന്വേഷണം ഇപ്പോൾ വീണ വിജയനിൽ നിന്ന് വിജയനിലേക്ക് പോകുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് വിജയനിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനിടയിലാണ് അവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിന് ഇതിലുള്ള പങ്ക് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് ED തിരിയുന്നത്. പ്രാഥമികമായി ED നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയത് നമുക്കറിയാൻ കഴിയുന്നത് മുഹമ്മദ് റിയാസിനും ഇതിൽ വലിയ തോതിലുള്ള പങ്കുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടുകളിലേക്കും കോടിക്കണക്കിന് പണം പോയിട്ടുള്ളതായിട്ട് പ്രാഥമിക വിവരങ്ങളുണ്ട്. മുഹമ്മദ് റിയാസും ഈ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കോടികൾ വിലയുള്ള വലിയ ഭൂസ്വത്ത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരവും EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, വീണയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസും ഈ അഴിമതി അന്വേഷണ മുനയിലേക്കും ചോദ്യ മുനയിലേക്കും വരികയാണ്. അടുത്ത് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ അച്ഛനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരുമകനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയൻ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മുഹമ്മദ് റിയാസ് മരുമകൻ എന്നുള്ളത് മാത്രമല്ല CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും കൂടിയാണ്. അപ്പോൾ CPMൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടി ഈ മാസപ്പടി എന്നുള്ള അഴിമതി കേസിൻ്റെ ചോദ്യമുനയിലേക്കും സംശയമുനയിലേക്കും വരുന്നു എന്നതാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അയാൾ വ്യാപകമായിട്ടുള്ള നിലയിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്നും അയാൾ വലിയ തോതിൽ ഭൂമി കേരളത്തിലും പുറത്തുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഉടമാവകാശം സംബന്ധിച്ചിട്ട് വലിയ ദുരൂഹതകളുണ്ട് എന്നുമാണ് EDക്ക് അവരുടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്.